അങ്ങനെ വെയിൽ തെളിഞ്ഞു. വെയിലിന് ഏറ്റവും വലിയ ഫ്രീഡം എന്താ? ചെരുപ്പിട്ടുകൊണ്ട് പുറത്തിറങ്ങും. പിന്നെ എന്നാ സോ ഹാപ്പി. ഒരു പോയിന്റിൽ സൂര്യനെ കാണാം. വേറെ പല വിഷമങ്ങളും മറന്നു പോകും വെയിലുണ്ടെങ്കിൽ നമുക്കൊരു സുഖമാണ്. എല്ലാവരും വെയിലിനെ കംപ്ലൈൻറ്റ് പറഞ്ഞു തുടങ്ങി. പക്ഷെ ഞാൻ ഒരിക്കലും കംപ്ലൈൻറ്റ് പറയത്തില്ല. എത്ര ചൂടാണെങ്കിലും സാരമില്ല. അല്ലെങ്കിൽ ഒരു കുഞ്ഞി സാധനം മേടിക്കാൻ പുറത്തിറങ്ങണമെങ്കിൽ, എന്തെങ്കിലും ഒരു സാധനം ഷോപ്പ് ചെയ്യാൻ പോകണമെങ്കിൽ എത്ര ലെയർ ഉടുപ്പിട്ടിട്ടാണ് ഇറങ്ങേണ്ടത്. ഒരു കോട്ട്, അതിൻ്റെ മുകളിൽ വേറൊരു കോട്ട്, ഒരു സ്കാർഫ്, മഫ്ലർ, കുന്തം, കൊടച്ചക്രം, കയ്യിൽ, കാലയിൽ, തലയിൽ എല്ലാം ഇട്ടാലേ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പം അങ്ങനെ വേണ്ടല്ലോ. ഇച്ചിരി വെയിലടിച്ചാലും സാരമില്ല. സൺസ്ക്രീൻ ലോഷൻ തേക്കണം, ടാൻ ആവും. അതൊക്കെ ആവശ്യമുള്ളവർക്കാണ്. എനിക്ക് ഇച്ചിരി കറുത്തു പോയാലും സാരമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് വെയിൽ തെളിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഇച്ചിരി തലവേദന എടുത്താലും സാരമില്ല. എന്നെപ്പോലെ എക്സ്ട്രീം ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ വളരെ കുറേ ഉണ്ടാവുള്ളൂ. ഇവിടെ എല്ലാവർക്കും ഒരു തണുത്ത കാലാവസ്ഥ തന്നെ ഇഷ്ടം എന്നാണ് തോന്നണത്. സൂര്യൻ അടിക്കുമ്പോൾ കണ്ടോ, എന്താ ഒരു സൂര്യൻ, കാലയിലും കയ്യിലേക്കും ഒക്കെ സൂര്യൻ. അതാണ് അതിൻ്റെ ഒരു ലത്. ഈ പോക ഉണ്ടാവും വിചാരിക്കും ഞാനേതാണ്ടോ വലിയ സാധനം മേടിക്കാൻ പോകുന്നല്ല. ഒരു കുപ്പി മീൻ, ഒരു ക്യാൻ തക്കാളി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പുളിയിട്ട ഒരു കുഞ്ഞി മീൻകറി ഉണ്ടാക്കിയാൽ മതി ഉച്ചത്തെ ഭക്ഷണത്തിന്. സോ എക്കണോമിക്കലുമാണ്. പിന്നെ സോ കോൾഡ് ഒമേഗ 3 ഫാറ്റി ആസിഡ്, പ്രോട്ടീൻ എല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ സോ ഒരു മീനും ഒരു തക്കാളിക്കും കൂടെ എത്ര രൂപയാവും? 1 പൗണ്ടേ ആവുന്നുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. എന്നൊന്നും പറ്റില്ല, ഇടയ്ക്കൊക്കെ കഴിക്കാം. കാരണം ആ എക്സാക്റ്റ് മീനിൻ്റെ ടേസ്റ്റ് ഒന്നും തോന്നലില്ല. എന്നാലും മത്തി, ചൂര എല്ലാം പാക്കറ്റിലും ക്യാനിലും ആക്കി വെച്ചിട്ടുണ്ടല്ലോ. എടുക്കുക, ഒരു കഷ്ണം തക്കാളി എടുക്കുക, എന്നിട്ട് ഇച്ചിരി പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചാൽ നല്ല അടിപൊളി കറി. ചോറുണ്ടാക്കുക, വെള്ളച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സുഖം. പിന്നെ ഒരു അത്ഭുതമായ കാര്യം ഇതാണ്, ഓൺലൈനിൽ അവസാനം ചൂലും കൂടെ മേടിച്ചു. അതാണ് അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. അടിപൊളി ചൂല്. ഇപ്പോൾ പോയി എല്ലാം ഓൺലൈനിലാണ് മേടിക്കുന്നത്. ഈ ചൂല് മേടിക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. ചൂല് നമ്മൾ പുറത്ത് പോയി മേടിക്കുമ്പോണ്ടല്ലോ, ഇത് ഈ ബസ്സിലൊക്കെ കയറ്റിക്കൊണ്ട് വരണം. അവിടെ തട്ടി ഇവിടെ തട്ടി അവരെ തട്ടി ഇവരെ തട്ടി എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനത്തെ ചുലൊന്നും അധികാരം ഇവിടെ ഒരു ഉപയോഗിക്കാത്തതുകൊണ്ട് പിന്നെ ഇത് എന്തുവാ ചുമന്നുകൊണ്ട് പോണേന്ന് ഓർക്കും. പിന്നെ ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. എല്ലാം ആമസോൺ ശരണം. അവസാനം ദോശക്കല്ല് വരെ ഓൺലൈനാണ്. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും ക്വാളിറ്റി ഒന്നും എനിക്ക് തോന്നുന്നില്ല. നാട്ടിൽ നിന്ന് 1500 1700 രൂപ കൊടുത്തൊരു ദോശക്കല്ല് മേടിച്ചാൽ, നോൺ സ്റ്റിക്ക് മേടിച്ചാൽ ഭയങ്കര നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഞാനൊരു 2 വർഷത്തോളം ഉപയോഗിച്ചു. എനിക്ക് തോന്നുന്നില്ല ഇതെനിക്കൊരു 6 മാസം പോലും ഉപയോഗിക്കാൻ പറ്റുമെന്ന്. ഒട്ടും കനയില്ല, കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു വലിയൊരു കട്ടിയൊന്നും ഇല്ല. എന്നാലും നാട്ടിൽ നിന്ന് ഇപ്പോൾ അയച്ച് കിട്ടൂലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ തമിഴ് ഭേദം തൊമ്മൻ, അതാണ് കാര്യം. പിന്നെ ഉണ്ടല്ലോ, നാട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോഴേക്കും നാട്ടിലെ സാധനങ്ങളുടെ ഒരു വില. ഞാൻ ഈ ചക്ക ചവണിയാണ് അവർ വറുത്ത് വെച്ചേക്കുന്നത്. നമ്മളെന്തും തിന്നോളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവിടെ ഉള്ളവർ നാട്ടിൽ വെച്ച് സ്പെസിഫിക്കായിട്ട് ചക്ക തിന്നുന്ന. ഇത് ചക്ക ഒരു ടേസ്റ്റും ഇല്ല, കാണാൻ മാത്രം ചക്ക വറുത്തതെന്ന് കണ്ടിട്ട് എടുത്താണ്. ചക്ക ചവണിയാണ് അതിനകത്ത് പോയത്. എന്നാലും നമ്മൾ തിന്നും. നാട്ടിൽ നിന്ന് വലിയ സ്പെസിഫിക്കായി നമ്മൾ. അങ്ങനെയൊക്കെയാണ് കാര്യം. എന്നാൽ ബൈ.